ആദ്യമായിട്ടാണ് നമുക്ക് ഒരു ഫാദർ ഡോട്ടർ എന്നുള്ള രീതിയിൽ ഒരു കോമ്പിനേഷൻ നമ്മുടെ ബ്ലോഗിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ലാൻഡ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യുന്നതും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഈ ഒരു വ്ളോഗിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഇപ്പം അങ്കിളുടെ നമ്മുടെ കൂക്കൽ ഇക്കോ ഫാംസിൽ നമ്മൾ വന്ന് സ്റ്റേ ചെയ്തു, നല്ലൊരു പ്രോപ്പർട്ടി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു വ്ളോഗിലേക്കൊക്കെ എത്തിയത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 2 ലാൻഡുകളാണ് കൊടുക്കാനുള്ളത് കൊടൈക്കനാൽ, ഒന്ന് കൂക്കലിലും പിന്നെ ഒന്ന് പൂണ്ടിയിലും. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ശരിക്കും ഒത്തിരി നാൾ മുമ്പ് ഞങ്ങൾ കൊടൈക്കനാൽ വന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾ കൊടൈക്കനാൽ എത്തിയത്, അല്ലെങ്കിൽ എങ്ങനെ ഈ ലാൻഡൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തത്, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ കുറേ പ്രോപ്പർട്ടി ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. ലാൻഡിനോടൊരു ലവ് ഞങ്ങൾക്ക് നേരത്തെ തന്നെ കൊച്ചിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ 30s കുറേ കൂടെ ലാൻഡ് അക്വയർ ചെയ്യണമെന്നും പറഞ്ഞ പല സ്ഥലങ്ങളിലും പോയി ലാൻഡ് അക്വയർ ചെയ്തു. അങ്ങനെ ആ കൊടൈക്കനാൽ ഈ കൂക്കാൾ എന്ന് പറഞ്ഞ സ്ഥലത്തെ പറ്റി അറിയുകയും അവിടെ വന്ന് ലാൻഡ് വാങ്ങിക്കുകയും ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏതൊരു ടൈമിലാണ് ഈ ഒരു ലാൻഡും കാര്യങ്ങളൊക്കെ അക്വയർ ചെയ്യുന്നത്? ഏതൊരു കാലഘട്ടത്തിലായിരുന്നു? ഈ കൂക്കാളിലെ ലാൻഡിൽ അക്വയർ ചെയ്തത് 95 ആ പീരീഡിലാണ്, 1995. ശരിക്കും പറഞ്ഞ് ഇപ്പോഴും ഇപ്പൊ നമ്മൾ കൂടുതലും കൊടൈക്കനാലാണ് മിക്ക ആൾക്കാരും വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത്, അല്ലേ? ഇപ്പോൾ കൂക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇപ്പോൾ കൂക്കലിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞത്. അപ്പോൾ അന്ന് ശരിക്കും എങ്ങനെയായിരുന്നു ഈ ഒരു ലാൻഡും ഇങ്ങനെ ഇവിടെ വരെ എത്തിപ്പെടാനൊക്കെ ആയിട്ടുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? നേച്ചറിനോടുള്ളൊരു ലവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കൂക്കാളിൽ ഷോല ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കാണാനായിട്ട് അവിടെ പോയത്. അപ്പർ പളനി ഹിൽസിലെ വൺ ഓഫ് ദി ബിഗസ്റ്റ് പാച്ച് ഓഫ് ഷോല ഫോറസ്റ്റ് ഈ കൂക്കാളിലാണ്. അപ്പോൾ അങ്ങനെയാണ് ആ സ്ഥലത്ത് പോയി കണ്ടത്. ഈ ഷോല ഫോറസ്റ്റിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോഴത്തേക്ക് അതിന് ആ സ്ഥലത്തോട് വലിയൊരു സ്നേഹം തോന്നി. അങ്ങനെ ആ സ്ഥലങ്ങളെല്ലാം അക്വയർ ചെയ്യാൻ തീരുമാനിച്ചത്. ശരിക്കും പറഞ്ഞൊരു 95 ഞങ്ങൾ ഈ പറഞ്ഞ ലാൻഡ് എല്ലാം അക്വയർ ചെയ്തു, അല്ലേ? എന്നിട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഇക്കോ ഫാംസ് എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റിൽ എങ്ങനെയാണ് എത്തിയത്? ഞങ്ങൾ ലാൻഡ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റിന് വേണ്ടിയാണ് ലാൻഡ് വാങ്ങിച്ചത്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നു അന്ന് 95. ഓർഗാനിക് ഫാമിങ്ങും ഇക്കോ ടൂറിസവും വില്ലേജ് ഡെവലപ്മെൻറ്റും അങ്ങനെ പല ആസ്പെക്ട്സ് അതിൽ ചേർത്തിട്ടായിരുന്നു. ഇൻഫാക്റ്റ് ഒരു ചെറിയ ഹോസ്പിറ്റൽ പോലും അവിടെ ആ വില്ലേജിൽ മെഡിക്കൽ കെയർ ഇല്ലായിരുന്നു. അപ്പോൾ ഒരു 5 ബെഡ് ഹോസ്പിറ്റൽ പോലും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അവിടെ സോഷ്യൽ സർവീസ് നടത്താൻ അങ്ങനെയുള്ള ആ ഒരു ഇതിലോട്ടൊക്കെ വന്നു. പക്ഷേ ഫൈനലി അത് ഇറ്റ് ഡിഡ്ന്റ് ടേക്ക് ഓഫ്. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രൈവറ്റ് ഒരു ഹോൾഡിംഗ് ആയിട്ട് അത് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കീപ്പ് ചെയ്യുക. കുറേ ലാൻഡുകൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കൊടുത്തു, കുറച്ച് ലാൻഡുകളൊക്കെ കൊടുത്തു. ഈ ഒരു 5 ഏക്കറാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. അതെ 5 ഏക്കേഴ്സ്. ഇതിന് പുറമെ ഒരു 1.17 ഏക്കേഴ്സ് ലേക്കിന്റെ സൈഡിൽ തന്നെ ഉണ്ട്. പിന്നെ പൂണ്ടിയിൽ ഒരു 5 ഏക്കേഴ്സ് ഉണ്ട്. ഇത്രയും ലാൻഡുകളാണ് ഹോൾഡ് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, അല്ലേ? താങ്കൾ പറഞ്ഞു ഇത് ശരിക്കും നിങ്ങളുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് ചെയ്തതാണ് നമ്മുടെ ഈ ഒരു ഫാം ഹൗസും കോൺസെപ്റ്റ്. പക്ഷേ നമ്മളവിടെ ചെന്ന് താമസിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. കാരണം നമ്മളെപ്പോഴും കൊടൈക്കനാലേ വന്നിട്ടുള്ളൂ, അതിനപ്പുറത്തോട്ട് നമ്മൾ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലാൻഡ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി പൂണ്ടിയും എല്ലാം നമ്മൾ ട്രാവൽ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് വന്നതുകൊണ്ട് മാത്രമാണ്. അതർവൈസ് നമ്മൾ കൊടൈക്കനാൽ വരുന്നു, അവിടെ ഏതെങ്കിലും നല്ലൊരു റിസോർട്ടിൽ താമസിക്കുന്നു, തിരിച്ചു പോരുന്നു. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴികളും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫാം കൂക്കൽ ഇക്കോ ഫാം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ അതല്ല സെയിലിന് നോക്കുന്നെങ്കിൽ പോലും അത് നല്ല രീതിയിൽ Airbnb റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ ഒരു ഫാമിങ്ങിനെ കുറിച്ച് ഒന്ന് മാം ഒന്ന് പറയാമോ? നിമ്മി പറഞ്ഞതുപോലെ അൺടിൽ വെരി റീസെൻ്റ്ലി മിക്കവർക്കും കൊടൈക്കനാലേ അറിയുള്ളൂ. ബട്ട് നൗ ആസ് യു നോ കൊടൈക്കനാൽ ഇസ് വെരി ക്രാംപ്ഡ്, വളരെ പൊല്യൂട്ടഡ് ആണ്. ഇറ്റ്സ് ക്വൈറ്റ് ഡേർട്ടി ആസ് വെൽ. സോ പീപ്പിൾ ആർ ലുക്കിംഗ് അറ്റ് മൂവിങ് ഇൻ ടു ഓഫ് ബീറ്റ് ലൊക്കേഷൻസ്. അങ്ങനെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കൂക്കാൾ, പൂണ്ടി പോലത്തെ ലൊക്കേഷൻസിൽ വരെ സോ ക്വയറ്റ്, സോ ക്ലോസ് ടു നേച്ചർ, അങ്ങനത്തെ ലൊക്കേഷൻസ് ഇപ്പോൾ ട്രാവൽ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾക്കാർ വാക്കിനായിട്ട് വന്ന് നമ്മളോട് തന്നെ ചോദിക്കുന്നത്, നിങ്ങളില്ലാത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചോട്ടെ എന്ന്. ദെൻ വി തോട്ട് വൈ നോട്ട്, നമ്മൾ ഇടയ്ക്കൊക്കെ വരുള്ളൂ വീക്കെൻഡ്സ് ഒക്കെ, അപ്പോൾ വൈ നോട്ട് റെന്റ് ഇറ്റ് ഔട്ട്. സോ വി ഡിസൈഡഡ് ടു പുട്ട് ഇറ്റ് അപ്പ് ഓൺ Airbnb. ആൻഡ് സിൻസ് ദെൻ ഇറ്റ്സ് ബിൻ 100% occupancy. എസ്പെഷ്യലി വീക്കെൻഡ്സ് ഒക്കെ വളരെ ബിസിയാണ് നമ്മൾ.
അതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ചൊരു പ്രൈവസി ആഗ്രഹിക്കുന്നവർ, കാരണം ആകെ ഒരു കോട്ടേജേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു പ്രൈവസി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ഇക്കോ ഫാംസ് അല്ലേ. അതാണ് നമ്മുടെ യുണീക്ക് ഓഫറിംഗ്. ആക്ച്വലി ഇതൊരു 5 acre പ്രോപ്പർട്ടി ആണല്ലോ. ഇവിടെ ഒരു കോട്ടേജേ ഉള്ളൂ. ആൻഡ് നമ്മൾ ദിസ് പ്രോപ്പർട്ടി ഈസ് വെരി സെക്ലൂഡഡ്. വരുന്ന ആൾക്കാർക്ക് 100% പ്രൈവസി. ഇൻഫാക്ട് ചിലപ്പോൾ നെറ്റ്വർക്ക് പോലും കിട്ടില്ല. വി ഡോണ്ട് ഓഫർ ടെലിവിഷൻസ്, വിച്ച് ഇസ് വെരി റെയർ. So you're forced to go out and explore or be by yourself, read a book, do fishing. നമുക്കൊരു പോണ്ട് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഫാമിലീസ് വന്ന് ഫസ്റ്റ് ടൈം ഫിഷിംഗ് എക്സ്പീരിയൻസ് ചെയ്ത് ദേ ക്യാച്ച് സംതിങ് ആൻഡ് നമ്മളത് കുക്ക് ചെയ്ത് കൊടുക്കും അവർക്ക്. സോ വി ഹാവ് എൻ ഇൻ-ഹൗസ് കുക്കിംഗ് ഷെഫ്. നല്ല ഫുഡാണ് കേട്ടോ. കാരണം നോർമലി അതിന്റെ തൊട്ടടുത്തൊന്നും നമുക്ക് വേറൊരു പ്ലേസ് ഇല്ല പോയി കഴിക്കാനായിട്ട്. അപ്പൊ നമ്മള് ഫുൾ ടൈം 3 നേരം ഫുഡ് അവിടെ തന്നെ കഴിച്ചത് കൊണ്ട് റിയലി ഗുഡ്, നല്ല ഹോംലി ആയിട്ടുള്ള ഫുഡാണ്. അതെ, സിമ്പിൾ, ഒത്തന്റിക് ആൻഡ് ഫ്രഷ് ഫുഡ് എന്നുള്ളതാണ് കോൺസെപ്റ്റ്. സോ ഫിഷിംഗ് അല്ലാണ്ട് തന്നെ വെജിറ്റബിൾ ഫാമിംഗ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രോപ്പർട്ടിയിൽ. അപ്പോൾ ലോട്ട് ഓഫ് പീപ്പിൾ കം ഇൻ ആൻഡ് എക്സ്പീരിയൻസ് വെജിറ്റബിൾ ഹാർവെസ്റ്റിംഗ്. അവർക്ക് തന്നെ ഫാമിലേക്ക് പോയിട്ട് വെജിറ്റബിൾസ് ഹാർവെസ്റ്റ് ചെയ്യും, അതും നമ്മൾ കുക്ക് ചെയ്ത് കൊടുക്കും. ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഒന്നും എവിടെയും കിട്ടില്ല. വെരി വെരി റോ, വെരി ഇൻവൈറ്റിംഗ്. പിന്നെ എനിക്ക് തോന്നുന്നു കൊടൈക്കനാലൊക്കെ ആൾക്കാർ എപ്പോഴും ചൂസ് ചെയ്യാൻ കാരണം ക്ലൈമറ്റ് ആണ് അല്ലേ. നല്ല കോടയുള്ള. ഇപ്പൊ നമ്മൾ അന്ന് അവിടെ വന്ന് താമസിച്ചപ്പോഴൊക്കെ അങ്ങളിങ്ങനെ വൈകുന്നേരമൊക്കെ എന്നെ വിളിച്ച് കാണിച്ചു തരും, പുറത്തേക്ക് ഇറങ്ങിയതേ കോട വരുന്നു. നമ്മള് റൂമിന്റെ ഉള്ളിലായിരിക്കും, നമുക്ക് അറിയുന്നില്ലല്ലോ അങ്ങനെ ക്ലൈമറ്റ് മാറുന്നത്. അപ്പൊ ഓരോ ടൈം മാറുമ്പോഴും അങ്ങള് വിളിച്ചിട്ട് പറയും ദേ കോട വരുന്നുണ്ട്, നല്ല ക്ലൈമറ്റാ, നിങ്ങൾ പുറത്ത് വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യും. അതെ, അത്രയും നേരം നമ്മള് അതിന്റെ വിഷ്വൽസ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. സഡൻലി ഇറ്റ് ഗെറ്റ്സ് misty and you're blinded. പിന്നെ stargazing is another once in a lifetime experience that people have. വന്നു കഴിഞ്ഞാൽ the number of stars that you see, അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മാമിനും എന്തോ ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ. എന്തായിരുന്നു മാമിന്റെ ബിസിനസ്? ഞാൻ ആക്ച്വലി എറണാകുളത്താണ്. എനിക്ക് ബാക്ക് ടു റൂട്ട്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. So we work with farmers across South India to market locally grown exotic fruits. നമ്മൾ പാൻ ഇന്ത്യ ആൻഡ് മിഡിൽ ഈസ്റ്റ് അബ്രോഡും നമ്മൾ സെൽ ചെയ്യുന്നുണ്ട്. It's been 6 years now. So ഞാൻ ഇവിടെയാണ്, എറണാകുളത്താണ് ബേസ് ചെയ്തിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ ഇതിനോടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ. ഈ ഫാമിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ടേ ഇൻട്രസ്റ്റും കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഫാമിലി ആയിട്ട് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ മാം നമ്മുടെ കൂക്കൽ ഇക്കോ ഫാംസിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമ്മൾ മെയിനായിട്ട് 2 ലാൻഡുകളാണ് നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മുടെ ഈ ഫാമിന്റെ തൊട്ടടുത്തുള്ള 1.17 ഏക്കേഴ്സിന്റെ കൂക്കൽ ലേക്കിനോട് ചേർന്നുള്ള ലാൻഡ്. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ലാൻഡ് വേറെ കിട്ടാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു ഞാൻ കണ്ടെടുത്തോളം. പിന്നെ പൂണ്ടിയിലുള്ള നമ്മുടെ 5 ഏക്കേഴ്സ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തിനാണ് ഈ 2 സ്ഥലങ്ങളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഇപ്പം അങ്ങൾ ഒത്തിരി വർഷമായിട്ട് ഈ ഏരിയയിലുള്ള ഒരാളാണ്. അപ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു ബെനിഫിറ്റ്? അതൊന്ന് അങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഈ കൂക്കാളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കുറേ വാല്യൂ ഇൻടാഞ്ചിബിളാണ്. ഫോർ എക്സാമ്പിൾ ഷോല ഫോറസ്റ്റ്, അതിൻ്റെ ഏറ്റവും വലിയൊരു പാച്ച് ഓഫ് ഷോല ഫോറസ്റ്റ് റൈറ്റ് ഇൻ ഫ്രണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ത്രൂ ഔട്ട് അതിനെ ഫേസ് ചെയ്താൽ, ഷോല ഫോറസ്റ്റിനെ ഫേസ് ചെയ്താൽ, പിന്നെ ലേക്ക്. അതിൻ്റെ ഒരു പ്രൈസ് നമുക്ക് ഇടാൻ പറ്റത്തില്ല. ഇറ്റ്സ് പ്രൈസ്ലെസ്. അതിൻ്റെ വാല്യൂ നമുക്ക് അസസ് ചെയ്യാൻ പ്രയാസം. വ്യൂ ഉണ്ട്. അതുപോലെ എക്കോളജിക്കലായിട്ട് തന്നെ അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. അത് വളരെ റെയർ കൈൻഡ് ഓഫ് ഫോറസ്റ്റാണ് ഈ ഷോല ഫോറസ്റ്റ് എന്ന് പറയുന്നത്. വേൾഡിൽ തന്നെ വളരെ റെയറാണ്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി അതിൽ കുറച്ച് സർവൈവ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അതൊന്ന്. 2, ബേർഡ്സ്. കൂക്കാൾ സലിമാലി ഓർണിത്തോളജി സെൻറ്ററിൻ്റെ വൺ ഓഫ് ദി ഫീൽഡ് സ്റ്റേഷൻസാണ് കൂക്കാൾ. 5 സ്റ്റേഷൻസാണ് അവർക്ക് ഇന്ത്യയിലുള്ള. അതിലൊരു സ്റ്റേഷനാണ് കൂക്കാൾ. അവരത് സ്റ്റേഷനായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം ലാർജ് നമ്പർ ഓഫ് സ്പീഷീസ് ഓഫ് ബേർഡ്സ് അവിടെ ഉണ്ട്. കുറേ ബേർഡ്സ് അവിടുത്തെ എൻഡമിക്കാണ്, ആ ഏരിയയിൽ മാത്രം കാണുന്ന ബേർഡ്സാണ്. അതിനെപ്പറ്റിയൊക്കെ സ്റ്റഡി ചെയ്യാനായിട്ട് അവർ. അപ്പോൾ ആ രാവിലെ ഒരു ഏർലി മോർണിംഗ് എഴുന്നേൽക്കുകയാണെങ്കിൽ ഈ ചേർപ്പിംഗ് ഓഫ് ബേർഡ്സ് തന്നെ കേൾക്കാൻ അതൊരു ഭയങ്കര മ്യൂസിക്കൽ എക്സ്പീരിയൻസാണ്. ഒരു സിംഫണി പോലെയാണ്. അത് തന്നെ അതിനൊരു പ്രൈസ് ഇടാൻ പറ്റത്തില്ല. അതായത് എനിക്ക് തോന്നുന്നു പ്രകൃതി അത്രയും ഒരു അനുഗ്രഹിച്ചിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നാച്ചുറൽ ഫോം. അതാണ് എനിക്ക് തോന്നുന്നു ഒരാള് അവിടെ വരുമ്പോ അവർക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. പക്ഷെ ഇതിനേക്കാളും എല്ലാം ഏറ്റവും അൺഫൊഗറ്റബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് സ്റ്റാർ ഗേസിംഗ് ആണ്. ചില നൈറ്റ്സ് സ്കൈ ഫുൾ ഓഫ് സ്റ്റാർസ് ആയിരിക്കും. ചില സമയത്ത് മിൽക്കി വേ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും.
ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൻ ടേക്ക് യു എ ലോങ് വേ ആക്ച്വലി. ഒരു പ്രാവശ്യം അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ എനർജി യുൽ റീറ്റെയിൻ ഇറ്റ് ഫോർ എ ലോങ് ടൈം. എനിക്ക് തോന്നുന്നത് മാം ഇപ്പോൾ അവിടെ പ്രൈസും ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാരണം ഒരുപാട് ആൾക്കാർ അവിടെ ഇപ്പോൾ വന്ന് പ്രോപ്പർട്ടി വാങ്ങി, ഇങ്ങനത്തെ ഫാം ഹൗസ്, അതുപോലെ ഞാനിങ്ങനെ വരുന്ന വഴിയിലൊക്കെ എനിക്ക് തോന്നുന്നു കോട്ടേജസ് അല്ലേ? കാരണം കൊടൈക്കനാൽ ഇപ്പോൾ സാച്ചുറേറ്റഡ് ആയി ആൻഡ് എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ ന്യൂ സ്പേസസ് ടു ഇൻവെസ്റ്റ് ഇൻ. ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ വാങ്ങിക്കുന്ന ടൈം മുതൽ എക്സ് നമ്പർ ഓഫ് ടൈംസ് ആണ് ഇറ്റ് ഇസ് എക്സ്പൊനെൻഷ്യലി ഗ്രോൺ and it's still growing. So അങ്ങനെ നോക്കുകയാണെങ്കിലും ഫ്രം എ ഫിനാൻഷ്യൽ ഇക്കണോമിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ച് ഇറ്റ് ഇസ് വെരി ഗുഡ്. അതല്ലാണ്ട് തന്നെ ഇഫ് സംബഡി വാണ്ട്സ് ടു ഇൻവെസ്റ്റ് ഇതിന്റെ ബെനിഫിറ്റ്സ് 2 or 3 folds ആണ്. ഒന്ന്, ഒരു പ്രൈവറ്റ് ഹോം, ഒരു പ്രൈവറ്റ് വെക്കേഷൻ ഹോം സെറ്റപ്പ് ചെയ്യാൻ ഇതിലും ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഇല്ല. ബിക്കോസ് യു ആർ അൺഡിസ്റ്റർബ്ഡ്, എസ്പെഷ്യലി ബിസി ലൊക്കേഷൻസ് ലൈക്ക് ബാംഗ്ലൂർ, ചെന്നൈ എന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അബ്രോഡ്, അങ്ങനെയുള്ളവർക്ക് ഇത് ഇറ്റ്സ് ഐഡിയൽ. പിന്നെ ഒരു ഈക്കോ ഫാം സ്റ്റേ, അല്ലെങ്കിൽ ഒരു വെൽനെസ് സെന്റർ, റിട്രീറ്റ് സെന്റർ, ഇതൊക്കെ ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വേൾഡ് വൈഡ് വളരെയധികം ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. അതിനും ഇത് ബ്യൂട്ടിഫുള്ളി ആപ്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഫാമിന്റെ അടുത്തുള്ള ലാൻഡ് അല്ലേ, ലേക്ക് സൈഡിലുള്ള 1.17 acres ആണ് ഇതിന്. ഇറ്റ്സ് പെർഫെക്റ്റ് ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് ബൈ ദ ലേക്ക്. അങ്ങനെ ഒരു പ്രോപ്പർട്ടി കൊടൈക്കനാലിൽ പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമുക്ക് പൂണ്ടിയിലുള്ളതും 5 acres ആണ്. അതും നമ്മൾ സെൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ പൂണ്ടിയിലെ 5 acres ആൻഡ് കുക്കാൽ ഇക്കോ ഫാംസ് ഇസ് വെരി സിമിലർ ഇൻ ടേംസ് ഓഫ് ലേ ഓഫ് ദ ലാൻഡ്. വളരെ സിമിലർ ആണ്. അവിടെയും ഒരു ഇൻവെസ്റ്ററിന് ഒന്നെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കുക്കാൽ ഈക്കോ ഫാംസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ ഫാം സ്റ്റേ വിത്ത് മൾട്ടിപ്പിൾ കോട്ടേജസ് ഓർ എ സിംഗിൾ കോട്ടേജ് ചെയ്യാം. ആ ഏരിയയിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയും ഇതുപോലെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പൂണ്ടി ഈസ് ഓൾസോ ഗെയിനിങ് എ ലോട്ട് ഓഫ് ട്രാക്ഷൻ. യെസ് യെസ്. ഇപ്പം നമ്മളവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കാണിച്ചു തന്നായിരുന്നു അവിടെ തൊട്ടടുത്ത് റിസോർട്ടൊക്കെ ചെയ്യുന്നതും അല്ലേ. അങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ്സ് ആ ഏരിയയിൽ ഇപ്പം നടക്കുന്നുണ്ടല്ലേ ആക്ച്വലി. അപ്പം അങ്ങളെ നമ്മൾ ഈ ഒരു വ്ളോഗ് ചെയ്തത് നിങ്ങളുടെ മേജർ ആയിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് സെല് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതിലൊന്ന് നമുക്ക് കൂക്കാൽ 1.17 acres നമ്മുടെ ഇക്കോ ഫാംസിൻ്റെ വളരെ അടുത്ത് കിടക്കുന്നു. പിന്നെ ഒന്ന് നമുക്ക് പൂണ്ടി എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ 5 acres. അപ്പം നമുക്ക് ഇനി അറിയേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലീഗൽ സൈഡ്, ഇതിൻ്റെ പ്രൈസിങ്, ഇത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങളതൊന്ന് പറയാമോ? നമുക്ക് കൂക്കാലിൽ നിന്നൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. കൂക്കാലിൽ ലേക്ക് സൈഡിൽ കിടക്കുന്നത് 1 acre 17 cents ആണ്. അത് സെറ്റിൽമെൻറ്റ് പട്ട എന്ന് പറയും. സെറ്റിൽമെൻറ്റ് പട്ട ഏറ്റവും അവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് ഡോക്യുമെൻ്റ്. അതിന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ആ ടോട്ടൽ പ്രോപ്പർട്ടിയുടെ പ്രൈസ് 3.5 crores നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു സെൻറ്റിന് ഏകദേശം 3 ലക്ഷം രൂപ വെച്ച് വരും. 3 ലക്ഷം ആകുമ്പം 351 വരും. അത് റൗണ്ട് ചെയ്ത് 350 എന്ന് പറയുന്നത്. യെസ്. ഇനി നമ്മൾ പൂണ്ടിയിലേക്ക് വരികയാണെങ്കിൽ, അപ്പോൾ പൂണ്ടീനെ കുറിച്ച് നമ്മൾ അധികം എക്സ്പ്ലെയിൻ ചെയ്തില്ല, നമ്മൾ കൂടുതലും കൂക്കാലാണ് പറഞ്ഞത്. അപ്പോൾ പൂണ്ടി എനിക്ക് തോന്നുന്നു അങ്കിളിന് വളരെ അന്ന് നമ്മൾ പോയപ്പോൾ കുറേ കാര്യങ്ങൾ അങ്കിളിങ്ങനെ പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ വരുന്ന ഡെവലപ്മെൻറ്റ്സ്, എന്തോ റോഡ് ഒരെണ്ണം വരുന്ന കാര്യം. അപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? പൂണ്ടി കേരള ബോർഡറിലോട്ട് അടുക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വില്ലേജാണ് പൂണ്ടി എന്ന് പറയുന്നത്. ആ വില്ലേജ് കഴിഞ്ഞ് 4 കിലോമീറ്റർ കഴിയുമ്പം കേരളയിലോട്ട് പോകുന്ന റോഡ്, അവിടെ ഓൾറെഡി റോഡുണ്ട്, അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഓപ്പൺ ചെയ്യും എന്ന് അവിടുത്തെ ലോക്കൽ MLA പ്രോമിസ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാറിൽ നിന്ന് പൂണ്ടിയിലോട്ട് വരാൻ ഒരു മണിക്കൂർ ഓളം സമയം മതി. അത്രേ ഉള്ളൂ. അത്ര പെട്ടെന്ന് അവിടെ എത്താം. വട്ടവട കഴിഞ്ഞാൽ ഉടനെ പൂണ്ടിയാണ്. ഓ, അങ്ങനെയാണ് അതിന്റെ ഒരു ജിയോഗ്രാഫിക് ഇത് കിടക്കുന്നത്. അതെ അതെ. ഇപ്പൊ കറന്റ് ആ റോഡ് ക്ലോസ് ചെയ്തിട്ടാണ്. ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ അത് ഓപ്പൺ ആയിരുന്നു. 94 ഞാൻ ആ വഴി കൂടെ പോയിട്ടുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ റോഡിൽ കൂടെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ക്ലോസ് ചെയ്തത്. നമുക്ക് ഇതിന്റെ ഒരു പ്രൈസിങ് എങ്ങനെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? പൂണ്ടിയുടെ അത് 5 acres ടോട്ടലി 1 crore എക്സ്പെക്ട് ചെയ്യുന്നത്. അത് മംഗളി പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന്റെ പട്ടയം കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. 3 acre 7 സെന്റിന് സെറ്റിൽമെന്റ് പട്ടയമാണ്. ബാക്കി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതേ ഉള്ളൂ, പൊസഷനായിട്ട് എടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ലീഗലി അല്ല, ഇപ്പോൾ ഈ 2 ലാൻഡ് ആണെങ്കിലും ലീഗൽ സൈഡ് എല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്ന കറക്റ്റ് പട്ടയുള്ള ഭൂമികളാണ് അല്ലേ. എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വേറെ ടെൻഷനുകളോ തലവേദനകളോ, ഞാൻ എന്താ എടുത്ത് ചോദിക്കണേന്ന് പറഞ്ഞാൽ നോർമലി ഇങ്ങനത്തെ ഏരിയാസ് ലൈക്ക് മൂന്നാർ, ഊട്ടി,
കൊടൈക്കനാൽ ഇങ്ങനത്തെ ലാൻഡുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ആൾക്കാർ പറയുന്നത് അവിടുത്തെ ലീഗൽ ഇതാണ്. പലരും വരും കാണും, പക്ഷേ ലീഗലി പല ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അവർക്ക് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളതിൽ വളരെ കീനാണ്, ലീഗലി ക്ലിയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ അടുത്ത് എടുത്തെടുത്ത് വീണ്ടും ചോദിച്ചത്. പൂണ്ടി ലാൻഡും നമ്മൾ 30 years ആയിട്ട് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതിനൊരു പ്രോബ്ലം ഇല്ല. ടൈറ്റിലെല്ലാം വളരെ എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി സന്തോഷം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് എനിക്കൊരു ഫാദർ ഡോട്ടർ കോമ്പിനേഷനിൽ ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ കിട്ടുന്നത്. ഇപ്പം നമ്മൾ അവിടെ ചെന്ന് താമസിച്ചതുകൊണ്ടൊക്കെയാണ് ഈ ഒരു വ്ളോഗിലേക്കൊക്കെ ആക്ച്വലി ഈ ഒരു കണ്ടൻറ്റൊക്കെ നമുക്ക് കിട്ടിയതും നമ്മൾ എത്തിയതും. പിന്നെ അങ്കിളായിട്ടൊക്കെ സംസാരിച്ചപ്പോഴും ഇറ്റ്സ് വെരി ജെന്യുവിൻ. അപ്പം നമുക്ക് ഈ ഒരു ലാൻഡൊക്കെ കണ്ടപ്പോഴും ഈ ലീഗലാണ് നമ്മുടെ ഏറ്റവും വലിയ ടെൻഷൻ. അത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഈ വ്ളോഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ആളുകളുടെ ഇടയിലേക്ക് പോകുന്നത്. അപ്പം അതിൽ നിന്നൊരു ആൾ വന്ന്, എസ്പെഷ്യലി നിങ്ങൾക്ക് ഡയറക്റ്റ് ആണ് കോൾസ് എല്ലാം വരുന്നത്, നിങ്ങളുടെ നമ്പറാണ് കൊടുക്കുന്നത്. അപ്പം അതിൽ നിന്നൊരാൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നാളെ നമ്മളെ വിളിച്ചിട്ട് എപ്പോഴും നല്ലത് പറയണം. ഒരു പ്രശ്നം ഉണ്ടായെന്ന് നമ്മളെ വിളിച്ച് പറയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് നമ്മൾ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യാൻ പറ്റിയതിലും ഇങ്ങനെയൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയതിലും. അപ്പോൾ ഒരുപാട് സന്തോഷം. രണ്ടുപേർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിന്. താങ്ക് യു സോ മച്ച്. ഞങ്ങളും നിമ്മി പറഞ്ഞ പോലെ ആദ്യമായിട്ടാണ് ഞാനും അപ്പയും കൂടെ ഒരുമിച്ചൊരു വ്ളോഗ് ചെയ്യുന്നത്. റിയലി ഹാപ്പി അബൌട്ട് ദി എക്സ്പീരിയൻസ്. ആൻഡ് നിങ്ങൾ പേഴ്സണലി അവിടെ വന്ന് ആ പ്രോപ്പർട്ടിയിൽ സ്റ്റേ ചെയ്ത് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ ഇറ്റ് മേക്സ് ഓൾ ദി ഡിഫറൻസ്. അതിനകത്ത് ഓത്തൻറ്റിസിറ്റി ഉണ്ട്, വാല്യൂ അഡീഷനും ഉണ്ട്. സോ റിയലി അപ്രീഷിയേറ്റ് ദി എഫേർട്ട് ദാറ്റ് യു ടുക്ക്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. നിങ്ങൾ അവിടെ വന്ന് 2-3 ദിവസം താമസിച്ചതുകൊണ്ട് അത് ശരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഫാം അങ്ങനെ വന്ന് താമസിച്ചത് കൊണ്ടാണ് നമ്മൾ കൊടൈക്കനാലിന് പുറത്തോട്ട് വന്നത്. അതർവൈസ് നമ്മൾ ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ വന്ന് താമസിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം അങ്കിളി പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ലാൻഡിൻ്റെ ഇങ്ങനെ നമുക്കൊരു വ്ളോഗായിട്ട് ചെയ്യാം. കാരണം ഇത് ഒത്തിരി ആളുകൾ നല്ല പ്രോപ്പർട്ടീസ് അന്വേഷിച്ച് നടക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻവെസ്റ്റേഴ്സ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പോൾ ലാൻഡ് എടുക്കും, പക്ഷെ അത് പിന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അവിടെ ഒരു ഇത്രയും മനോഹരമായിട്ടൊരു ഫാം ആക്ച്വലി ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും ഡെവലപ്മെൻറ്റ്സ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വന്ന് അവർക്ക് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ഒരു അവസരം നമുക്കുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് കാണുന്നവർക്ക് അത് വളരെ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. താങ്ക് യു താങ്ക് യു സോ മച്ച്.